അടുത്ത ശങ്കുടി ദസി ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ചിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ കാര്യമാത്ര പ്രസക്തമായി വിശദീകരിക്കാം. തീർച്ചയായും നമുക്ക് 2019 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള തിരിമറിയെ സംബന്ധിച്ചാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ശബരിമല ശ്രീകോവിലിൻ്റെ പുറത്ത് നിൽക്കുന്ന 2 ദ്വാരപാലക ശില്പങ്ങളിലുള്ള സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ, സ്പെഷ്യൽ കമ്മീഷണറുടെ നിർദ്ദേശമില്ലാതെ ഇളക്കി മാറ്റുകയും അറ്റകുറ്റപ്പണികൾക്കായിട്ട് ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അയക്കുകയും ചെയ്തു. ഇത് കോടതിയുടെ അനുമതിയില്ലാതെ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണം അടിയന്തരമായി തിരിച്ചെത്തിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുകയും എന്നാൽ ഇതിനോടകം തന്നെ സ്വർണ്ണം ഉരുക്കി കഴിഞ്ഞു എന്ന ഒരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ പഴയ രേഖകൾ പരിശോധിക്കുകയും 2019 നിർണായകമായിട്ടുള്ള 2 രേഖകൾ, 2 മഹസറുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. ആ മഹസറുകൾ പ്രകാരം കാണിക്കുന്നത് 1999 അവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ എന്ന് പറയുന്നത്. ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിയുന്നത് 1999 20 വർഷങ്ങൾക്ക് ശേഷം 2019 ഈ സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുണ്ടെന്നും അതുകൊണ്ട് അതിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെന്നും പറഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തി, ഈ കേസിലെ തന്നെ 7ാം പ്രതിയായിട്ടുള്ള 7th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ മുന്നോട്ട് വരികയും തൻ്റെ സ്വന്തം ചെലവിൽ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തുകൊള്ളാമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ കാര്യം അവിടുത്തെ അന്നത്തെ ഭരണ നേതൃത്വം അംഗീകരിക്കുകയും കോടതിയുടെ അനുമതിയോ മറ്റോ കൂടാതെ തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും അതേപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. അതായത് 2019 ജൂലൈ 20-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ 42 കിലോ 800 ഗ്രാം സ്വർണം ഏൽപ്പിച്ചു. ആദ്യം 12 പാളികൾ അടർത്തി മാറ്റി അതിന് 35 കിലോ 400 ഗ്രാമാണ് തൂക്കം ഉണ്ടായിരുന്നത്. പിന്നീട് 2 പീഠങ്ങൾ, അവ സ്ഥാപിച്ചിട്ടുള്ള 2 പീഠങ്ങൾ, അത് 17 കിലോ 400 ഗ്രാമാണ്. അങ്ങനെ ആകെ 42 കിലോ 800 ഗ്രാമുള്ള സ്വർണം പൂശിയിട്ടുള്ള ചെമ്പ് പാളികൾ ഇദ്ദേഹത്തെ ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. എന്നാൽ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് 2019 ഓഗസ്റ്റ് 29-ാം തീയതി മാത്രമാണ് ചെന്നൈയിൽ ഈ പറയുന്ന സ്മാർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പ്രസ്തുത ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാധനങ്ങൾ എത്തിക്കുന്നത്. ഈ സ്വർണ്ണം 2 കാര്യം കൂടി സമയോചിതമായി കൂട്ടിച്ചേർക്കാണ്ട്. ഒന്ന്, ഈ പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഇളക്കി മാറ്റുന്നതും കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്നില്ല. 2, ആരും ഉദ്യോഗസ്ഥർ ഈ സ്പോൺസർക്ക് ഇത് കൈയേൽപ്പിച്ചു കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് ആരും അതിനെ പിൻപറ്റി ചെല്ലുകയോ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. ഇദ്ദേഹം മാത്രമാണ് കൊണ്ടുപോയത്. അതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് എന്തുകൊണ്ട് 1 മാസവും 10 ദിവസത്തെയും കാലതാമസം ഈ സ്വർണം അവിടെ എത്തിക്കുന്നതിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അവധാനതയും പുലർത്തിയിട്ടില്ല. തന്നെയല്ല, ഈ പറയുന്ന 8ാം പ്രതിയായിട്ടുള്ള ഈ സ്ഥാപനം, 8th ഡിഫൻഡന്റ് ആയിട്ടുള്ള ഈ സ്ഥാപനത്തിൽ എത്തുന്ന സമയത്ത് ഈ സ്വർണം തൂക്കുന്ന സമയത്ത്, ഈ സ്വർണ്ണ പാളികൾ തൂക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 37 കിലോ 500 ഗ്രാം മാത്രമാണ്. അതായത് ഏതാണ്ട് കേട്ടില്ല, പറയൂ 5 കിലോയുടെ വ്യത്യാസം ആ സമയത്ത് ഉണ്ടാകുന്നു. അതിനുശേഷം ഇവർ ഈ പറയുന്ന റീപ്ലേറ്റിംഗ് പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം, സ്വർണം പൂശുന്ന പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം രണ്ടാമത് തൂക്കുന്ന സമയത്ത് അതിൻ്റെ തൂക്കം 38 കിലോ 500 ഗ്രാമായി മാറുന്നു. അപ്പോഴും 4.5 കിലോയുടെ വ്യത്യാസം ആ സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഈ സ്വർണം തിരിച്ചെത്തിച്ച് ശബരിമലയിൽ സന്നിധാനത്ത് കൊണ്ടുവന്ന സമയത്ത് ഇത് തൂക്കുകയോ ഇതിൻ്റെ അപ്പളത്തെ തൂക്കം എത്രയാണെന്ന് തിട്ടപ്പെടുത്തുകയോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ശങ്കു, കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് മഹസറിൽ ഇത് പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത് ഈ ഓർഡറിലൂടെ എന്നുള്ളതാണ്.